പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു ആണെങ്കിൽ തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആരോടും യാത്ര പറയാതെ പോകാൻ പറ്റില്ല എന്നൊക്കെ കനക പറഞ്ഞിട്ട് അവിടെ പിടിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ എന്തായാലും നയനയോടെങ്കിലും പറഞ്ഞിട്ട് പോകാമെന്ന് പറയുമ്പോൾ അതും നന്ദു സമ്മതിക്കുന്നില്ല. ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്നെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്നൊക്കെ ഇപ്പോൾ ഈ അമ്മയ്ക്ക് അറിയാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികയും അനിയും തമ്മിലുള്ള അതൊന്നും നന്ദുവിന് അത്ര ഇഷ്ടമാവുന്നൊന്നുമില്ല. നന്ദുവിന് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും കനയ്ക്ക് ഏകദേശമൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് എന്തായാലും നന്ദു യാത്ര പറയാതെ അവിടുന്ന് വീട്ടിലേക്ക് പോരുന്നുണ്ട്, ആരോടും പറയാതെ പോരുന്നുണ്ട്. അതിനുശേഷം നന്ദുവിനെ ആയിട്ടുള്ള അതൊന്നും അങ്ങനെ അനാമികയ്ക്ക് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അനിയനോട് അത് തുറന്ന് പറയുന്നുണ്ടായിരുന്നു. അനാമിക അവളോട് വലിയ സിമ്പതിയാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളെൻ്റെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്താണ്, എന്തും തുറന്ന് പറയാൻ പറ്റുന്നത്, അവളെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അനാമികയ്ക്കും അത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ അനിയനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അനാമിക. അതിനുശേഷം എല്ലാവരും പൂജയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം അനാമികയും അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് പോകുന്നത്. അതിനുശേഷമാണ് കനകയും ഗോവിന്ദനൊക്കെ പോകുന്നത്. അപ്പോൾ കനകയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. ആദർശവും നയനയൊക്കെ ഇപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണല്ലോ. അപ്പോൾ അവരതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആദർശിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വന്നാലും അവരെങ്ങനെ അപമാനിച്ചാണല്ലോ അവിടെ നിന്ന് പറഞ്ഞയക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ ഭയങ്കര സന്തോഷമായിട്ടാണ് തിരിച്ചു പോകുന്നത്, എന്നും നിങ്ങളിതുപോലെ സ്നേഹത്തിലിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് അവരങ്ങ് പോകുന്ന സമയത്ത് നയനയാണെങ്കിലും ആദർശ് എഴുതിയിട്ടുണ്ടായിരുന്ന ആ ലെറ്റർ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അതും പിടിച്ചുകൊണ്ട് പോയിട്ട് അത് വായിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് ആദർശ് എവിടേക്ക് നയന എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കനക അവരിങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശിനെ അറിയാലോ, മുത്തശ്ശിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നയനെ സ്നേഹിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അറിയാതെ അങ്ങ് പറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അത് അങ്ങ് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുന്നതെന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ മാറാൻ ശ്രമിക്കാമെന്നൊക്കെ നിങ്ങൾ വാക്ക് തന്നിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നയനോട് സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ആദർശം പെട്ടെന്ന് അവിടെ നിന്ന് അത് പറഞ്ഞിട്ട് ഇവളോട് സംസാരിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ട്. അപ്പോൾ നയന ആ ലെറ്റർ തുറന്ന് വായിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്താണോ ഇതിൽ എഴുതിയിട്ടുള്ളത് അതുപോലെ നടക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അത് തുറന്ന് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവാനോട് പറയുന്ന പോലെ ആയിരിക്കും ആദർശ് അതിൽ എഴുതിയിട്ടുണ്ടാവുക. മുത്തശ്ശിൻ്റെ വാക്ക് കൊടുത്തതുകൊണ്ടാണല്ലോ നയനേനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, അതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാണുന്ന സമയത്ത് നയനയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ നയനെ സ്നേഹിച്ചിരുന്ന ആ കാര്യങ്ങളും എല്ലാം തന്നെ നയന ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര സങ്കടമാണ്. അതിനുശേഷം നയന ആരോടും പറയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് റൂമിൽ വരുന്ന സമയത്ത് നയനേനെ റൂമിലൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ആദർശം എല്ലായിടത്തും നോക്കുകയാണ്, അടുക്കളയിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ജാനകി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ജാനകിനോടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് എല്ലാവരും വീട്ടിൽ അറിയുന്നുണ്ട് നയനേനെ കാണാനില്ല എന്നുള്ളൊരു കാര്യം. മുത്തശ്ശിയൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോഴാണെങ്കിൽ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന്. പിന്നീട് ആദർശിനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ഞാൻ അവളോട് പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ദേവയാനിയും കാര്യം അറിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദർശിനോട് ഇങ്ങനെ പറയുകയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാവുകയാണ്. അപ്പോൾ രാത്രിയിൽ ഒരു പെൺകുട്ടി ഇറങ്ങി പോകണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ലേ പോവുള്ളൂ, വെറുതെ അങ്ങ് ഇറങ്ങി പോകുകയൊന്നും ചെയ്യില്ലല്ലോ. പിന്നീട് എന്തായാലും എല്ലാവരും വണ്ടിയൊക്കെ എടുത്ത് നയനിനെ തിരഞ്ഞു പോകുന്നുണ്ട്. ഇടയ്ക്ക് നയനേൻ്റെ വീട്ടിലേക്കാണെങ്കിലും വിളിക്കുന്നുണ്ട്, അവിടേക്ക് എങ്ങാനും ചെന്നോന്ന് അറിയാനായിട്ട്.